മലയാളികൾ കഴിഞ്ഞ ദിവസം പലരുടെയും പ്രാർത്ഥനകൾ കണ്ടു. നടി ബീന ആന്റണിയുടെ പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞായിരുന്നു നടിയുടെ പ്രാർത്ഥന. അതുപോലെ പലർക്കും പല പ്രാർത്ഥനകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ പലരും പല കാര്യങ്ങൾ നേടിയതിൻ്റെ സന്തോഷത്തിലും ഇപ്പോൾ ആശംസകൾ അറിയിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നടി ദേവി ചന്ദന പറയുന്ന ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച ശേഷമുള്ള ഈ ഒരു വരവാണ് എൻ്റെ പുനർജന്മമാണ്. ഈ പുനർജന്മമാണ് ഞാനിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത ശേഷം ആനന്ദകരമാക്കുന്നത്. ദൈവത്തിനോടുള്ള നന്ദി എനിക്ക് അർപ്പിക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ളൂ. എനിക്ക് പൊങ്കാല ഇടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പറ്റുമെന്ന് ഒരു സമയത്ത് ഞാൻ കരുതിയിട്ട് പോലുമില്ല. എന്നാൽ ഇന്ന് എനിക്ക് പറ്റുന്നു. എനിക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്ക് വളരെയധികം അനായാസന പറ്റുന്നു. ഇതാണ് ഇപ്പോൾ ദേവി ചന്ദന വെളിപ്പെടുത്തുന്നത്. ഗുരുതരമായ അസുഖത്തിൽ നിന്ന് അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതിന് ആറ്റുകാൽ അമ്മയോട് നന്ദി പറയുന്നതായും ദേവി ചന്ദന വ്യക്തമാക്കി. പ്രേക്ഷകരുടെ പ്രാർത്ഥനകൾക്കും അമ്മയുടെ പിന്തുണയ്ക്കും തൻ്റെ രോഗശാന്തിക്ക് വലിയ പിന്തുണയുണ്ടെന്നും പങ്കുണ്ടെന്നും ദേവി ചന്ദന തൻ്റെ സ്നേഹം തുളുമ്പുന്ന വാക്കുകളിൽ പറയുന്നുണ്ട്. നടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പലരും അറിഞ്ഞില്ല. എന്നാൽ ഇത് 3-ാം തവണ മാത്രമാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നതെന്നും പലതവണയും താരം വിചാരിച്ചിട്ട് പോലും നടന്നില്ല എന്നും ഇത്തവണ അമ്മ ശരിക്കും തന്നെ അനുഗ്രഹിച്ചു എന്നാണ് ദേവി ചന്ദന പറയുന്നത്. ഇത്തവണ ഫ്ലാറ്റിലെ സുഹൃത്തുക്കൾക്കും അമ്മയ്ക്കൊപ്പമാണ് താരം എത്തിയത്. കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിനെക്കുറിച്ചാണ് ദേവി ചന്ദന വെളിപ്പെടുത്തുന്നത്. മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും അതിനെക്കുറിച്ചാണ്. അതിജീവനത്തിൻ്റെ കഥയാണ്. ജീവിതത്തിൽ അതിജീവിച്ച് തിരിച്ചു വന്നതിനെക്കുറിച്ചുള്ള കഥയാണ് എന്ന് പറയാം. ഇതെൻ്റെ പുനർജന്മമാണ്. അസുഖം മാറി തിരിച്ചു വന്നത് ഞാനാണ്. ആ തിരിച്ചുവരവ് ആറ്റുകാൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൊണ്ടാകണം എൻ്റെ ജീവിതം തിരികെ കിട്ടിയത്. ഇങ്ങനെയാണ് ദേവി ചന്ദന പറഞ്ഞത്. ക്ഷേത്ര ദർശനത്തിനിടെ തന്നെ കാണാനെത്തിയ ആരാധകരെ സ്നേഹത്തെക്കുറിച്ചും താരം വാചാലയായി. താൻ അവശയായിരുന്നു. ആ സമയത്ത് ഒരു പരിചയമില്ലാത്ത പലരും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്നും അതിനും വലിയ അനുഗ്രഹം വേറൊന്നുമില്ല എന്നാണ് ദേവി ചന്ദന കൂട്ടിച്ചേർത്തത്. നടിയുടെ വാക്കുകളിലൂടെ തന്നെ എന്തുമാത്രം സ്നേഹമാണ് എന്നും ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ വരുന്നതിൻ്റെ സന്തോഷവും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നു. അതിലൂടെ തന്നെ സന്തോഷം ഒരുപാടാണ് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്ന് തന്നെ പറയാം. ആരാധകരുടെ പ്രീതി തന്നെയാണ് ഇപ്പോൾ പിടിച്ചുപറ്റുന്നത്. പണ്ടുകാലം മുതലേ തന്നെ ദേവി ചന്ദനോടുള്ള ഇഷ്ടം പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. അതനുസരിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന വാർത്തകളും വൈറലാകുന്നത് എന്ന് തന്നെ പറയാം. അഭിനയത്തിനും നൃത്തത്തിനും പുറമെ യൂട്യൂബ് ചാനലിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും സജീവമായ ദേവി ചന്ദനയെ പോലെ ഭർത്താവ് കിഷോറും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് എന്ന് തന്നെ അറിയണം. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത്. ആരാധകരെല്ലാവരും ഇപ്പോൾ വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർക്ക് അത് വളരെയധികം സ്ഥാനം കൊടുത്തു തന്നെ ആ താരത്തിന്റെ വാർത്തകൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.